എല്ലാ എന്റെ മാന്യ പ്രേക്ഷകർക്കും ഫസൽ ബംഗാളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹിന്ദിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ബംഗാളി ക്ലാസ്സും ഹിന്ദി ക്ലാസ്സൊക്കെ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. എല്ലാ വീഡിയോസും ഒരുമിച്ച് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഈ അഭിനയൊന്ന് നോക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇഷാമിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. മിസ് ചെയ്യുന്നു ഇഷാമിനെ. എന്താ പറയാ ഹിന്ദിയിൽ, അല്ല ഇംഗ്ലീഷിൽ തന്നെ ആദ്യം പറഞ്ഞതാ. മെമ്മറി ഓഫ് ഹിഷാം കംസ് എ ലോട്ട് ദീസ് ഡേയ്സ്. ഈ കാലയളവിൽ ഹിഷാമിന്റെ മെമ്മറി, ഓർമ്മകൾ എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ കാലയളവിൽ നിന്നുള്ളതിന് എന്താ പറയാ, ആജിക്കൽ. ആജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്. ദീസ് ഡേയ്സ് അതായത് ഈ കാലയളവിൽ, ഈ അടുത്തായിട്ട് ഇങ്ങനെ കുറെ ആജിക്കൽ, ഒരുപാട് കാലമായിട്ട് ആജിക്കൽ മിസ് ചെയ്യുന്നു എന്ന് പറയാ, മെമ്മറി വരുന്നു എന്ന് പറയാം. എല്ലാം ഒരേ തന്നെ പറയാ. മിസ് ചെയ്യുന്നതിനൊക്കെ എന്താ പറയാ, യാദാത്തിഹേ. യാദാത്തിഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ. ആത്തിഹേ എന്ന് പറഞ്ഞാൽ വരുന്നു, യാദ്, മെമ്മറി, ഓർമ്മ. യാദാത്തിഹേ. ഇതാ നോക്കൂ, ആജിക്കൽ ഇഷാം കി ബഹുത് യാദാത്തിഹേ. ഒരാളോട് പറയാണ്, ആജിക്കൽ ഇഷാം കി ബഹുത് യാദാത്തിഹേ. ബഹുത്ത് വളരെയധികം, യാദ് ഓർമ്മ, ആത്തിഹേ വരുന്നു. അതാണ് ഞാൻ മെമ്മറി ഓഫ് ഹിഷാം എഴുതത്. അല്ലെങ്കിൽ ഐ മിസ് ഹിഷാം അലോട്ട് ദീസ് ഡേയ്സ്, അങ്ങനെയും പറയാ. എന്ത് മിസ് ചെയ്യുന്നു എന്നുള്ളതിന് അതിനൊക്കെ യാദാത്തിഹേ എന്നാ പറയാ. യാദാത്തിഹേ. ആജിക്കൽ ഈയിടെ ആയിട്ട്, ദീസ് ഡേയ്സ് ഈ അടുത്ത കാലത്തായിട്ട്, ആജിക്കൽ ഹിഷാം കി ബഹുത് യാദ് ആത്തിഹേ. യാദാത്തിഹേ, ഓർമ്മ വരുന്നു. അതായത് ഓർത്തു പോകുന്നുണ്ട് അവനെ കുറിച്ച്. മനസ്സിലാകുന്നുണ്ടല്ലോ, പുതിയ പുതിയ വാക്കുകളൊക്കെ വരും. പഠിച്ച് വരിക. എല്ലാം പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒന്നുകൊണ്ട് ഭയപ്പെട വേണ്ട. അടുത്തയിലേക്ക് പോവാണ്. ഇനി അടുത്തത്, ഹിഷാം വന്ന്, സന്തോഷം. ഹിഷാമിനെ കണ്ടപ്പോൾ എനിക്ക് ഹാലിദിനെ ഓർമ്മ വന്നു. അതാണ് അടുത്തത്. സീൻ ഹിഷാം മെമ്മറി ഓഫ് ഹാലിദ് കംസ്. ഹാലിദിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വന്നു. അവിടെ ഈ ഓർമ്മകൾ വരിക, മിസ് ചെയ്യുക, ഹാലിദിൻ മിസ് ചെയ്യുക എന്നുള്ളതൊക്കെ യാദാത്തിഹേ എന്നെന്നാണ് പറയുക. യാദാത്തിഹേ അതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇതാണ് ഹിഷാം കോ ദേക്കർ ഹാലിദ് കി യാദാത്തിഹേ. ഹിഷാം കോ ദേക്കർ. ദേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട്, ദേഖ അതിന്റെ ഇതിന്റെ തന്നെയാണ് കാണുക, കണ്ടിട്ട്. ഹിഷാം കോ ദേക്കർ, ഹിഷാമിനെ കണ്ടിട്ട്. ഹാലിദ് കി യാദ് ആത്തി ഹേ. ആത്തി ഹേ, ഹാലിദ് കി യാദ് ആത്തി ഹേ. ഹാലിദിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. എന്താ ചെയ്യാ, പോകുന്നില്ല. ഹിഷാമിനെ കണ്ടപ്പോൾ ഹാലിദും പ്രധാനപ്പെട്ട ആളെന്നാണ്. അതുകൊണ്ട് തന്നെ ഹാലിദ് കി യാദ് ആത്തി ഹേ. ഹാലിദിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരുന്നു. അതായത് ഹാലിദിനെയും മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ മിസ് യു, മിസ് ഹിം എന്നൊക്കെ പറയുന്ന ആ എന്താ പറയാ, മിസ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ യാദാത്തി ഹേ എന്ന് പറയാ. അതായത് ഓർമ്മകൾ വരുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സീൻ ഹിഷാം മെമ്മറി ഓഫ് ഹാലിദ് കംസ്. മിസ് ചെയ്യാന്ന് പറയുന്നേരം തന്നെ അത് ഓർമ്മകൾ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടല്ലോ, അവനെ കാണുന്നില്ല. അതന്നെ യാദാത്തിഹേ. ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദാത്തിഹേ, ഓർമ്മകൾ വരുന്നു. അവനെ കുറച്ച് ഇങ്ങനെ ഓർമ്മകൾ വരുന്നു. ഹിഷാം കോ ദേക്കർ ഹാലിദ് കി യാദ് ആത്തി ഹേ. ഏതായാലും ഹിഷാമിനെ ഹാലിദിനൊക്കെ കണ്ട് വളരെ സന്തോഷം. എന്തുകൊണ്ടാണ് മോനെ നിനക്ക് ഹാലിദിനെയും നിനക്ക് ഓർമ്മ വരുന്നത്? ക്യൂങ്കി എന്താണ്, ഐ സ്റ്റിൽ ഹാവ് മെമ്മറീസ്. അതായത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ സാഹചര്യത്തിൽ ഹാലിദും ഹിഷാമും സത്താറും ജമാലും എല്ലാം വരും. പക്ഷേ നമ്മളെ നിത്യജീവിതത്തിൽ ഓരോരോ വാക്കുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മുജെ ആജ് ബി യാദ് ഹെ. മുജെ ആജ് ബി യാദ് ഹെ. എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. എത്രത്തെ നിത്യജീവിതത്തിൽ സന്ദർഭങ്ങളിൽ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ അവിടെ പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അയാൾ അന്ന് അത് പറഞ്ഞു. അതൊക്കെ വരുന്നില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. മുജെ ആജ് ബി, ഇന്നും കൂടി, ആജ് ബി, ഈ സമയവും കൂടി, ഇന്ന് ബി ആജ് ബി യാദ് ഹേ, ഓർമ്മയുണ്ട്. അതാണ് സ്റ്റിൽ ഹാവ് മെമ്മറീസ് എന്ന് പറഞ്ഞത്. ഓർമ്മകളുണ്ട്, ഓർമ്മയുണ്ട്. ആജ് ബി, മുജെ ആജ് ബി യാദ് ഹേ. എനിക്ക് ഇന്ന് വരെ ഓർമ്മയുണ്ട്, ഇന്നും കൂടി ഓർമ്മയുണ്ട്. ആജ് ബി യാദ് ഹേ, ഇന്നും കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ് ഓർക്കുന്നുണ്ടത്? ഹാലിദ് സെഡ്. അതാണ് അവിടുത്തെ പറഞ്ഞിരിക്കുന്നത്. ഹാലിദ് പറഞ്ഞു, അന്ന് ഹാലിദ് പറഞ്ഞു. ഹാലിദ് കഹാത്ത. ഒരു ഥ വരുന്നുണ്ടോ, കഹാത്ത.
അവിടെ ഥ എന്നതാണ് എന്ത്, പാസ്റ്റ് ടെൻസിൽ. ഹാലിദ് പറഞ്ഞു, ഹാലിദ് കഹാത്ത. എൻ്റെ മുതലാളി പറഞ്ഞു, മുതലാളി കഹാത്ത. എനിക്ക് ഇന്നും കൂടി ഓർമ്മയുണ്ട്. മുझे आज भी याद है उस टाइम, ആ സമയത്ത് ഹാലിദ് കഹാത്ത, ഹാലിദ് കഹാത്ത, ഹാലിദ് പറഞ്ഞു, ഹാലിദ് കഹാത്ത, ഹാലിദ് പറഞ്ഞു. അഥ എന്നതാണ് കേട്ടോ പാസ്റ്റ് ടെൻസിലുള്ള വരുന്നത്. രജനികാന്തിന്റെ സ്റ്റൈലിലാണ് വരുന്നത്. കഹാത്ത, കഹാഹേ, കഹാത്ത പറഞ്ഞു. അന്നേരം തന്നെ എടുത്തേം ബൈക്ക് മറ്റയാൾ ചോദിക്കാണ്, വാട്ട് വാസ് സെഡ്, ക്യാ കഹാത്ത, ക്യാ കഹാത്ത, പറ നീ പറഞ്ഞല്ല എന്ത് കഹാത്ത, എന്ത് പറഞ്ഞു, ക്യാ കഹാത്ത, ക്യാ കഹാത്ത, ക്യാ കഹാത്ത, എന്ത് പറഞ്ഞു മേരാ ബോസ് കഹാത്ത, ക്യാ കഹാത്ത, എന്ത് പറഞ്ഞു, ക്യാ കഹാത്ത, പറ ഹിന്ദിക്കാർ ഞെട്ടിപ്പോണ പറയുന്ന പോലെ ക്യാ ക്യാ കഹാത്ത, ക്യാ കഹാത്ത, എന്ത് പറഞ്ഞു, ക്യാ കഹാത്ത, എന്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഹീ സെഡ് ദാറ്റ്, അവൻ പറഞ്ഞു. ഓ കഹാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടി ബഹുമാനത്തിൽ പറയാനാണ് എന്ത് പറയുന്നത്, ഹിന്ദി മൂവീസിൽ കണ്ടതാണ്. ഉനോനെ കഹാത്ത കി, അതാണ് അവിടെ വരുന്നത്. കി അവിടെ ലാസ്റ്റ് എന്താ പറയുന്നത് എന്നറിയാം. കി എന്തെന്നാൽ, അത് ഇന്നതൊക്കെയാണ് പറഞ്ഞത്. ഉൻഹോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ, അദ്ദേഹം, അവർ എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഉൻഹോനെ കഹാത്ത കി, എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയിലയും പുട്ടും അടിക്കാൻ പോവുകയാണെന്നുള്ളത് അവർ പറഞ്ഞു. അത് ഹിന്ദിയിൽ ഇപ്പോഴാക്കണ്ട, ഇപ്പം പഠിക്കേണ്ടത് ഉൻഹോനെ കഹാത്ത കി, കി എന്തെന്നാൽ കഹാത്ത, ഉനോനെ കഹാത്ത, അതായത് അദ്ദേഹം പറഞ്ഞു. ഉനോനെ കഹാത്ത കി, അദ്ദേഹം പറഞ്ഞു എന്തെന്നാൽ. മനസ്സിലായല്ലോ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെവർ ഫോർഗെറ്റ്, അതാണ് അടുത്തത്. ഹിന്ദിയിലുള്ള ഡയലോഗുകളിലുള്ള പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. നെവർ ഫോർഗെറ്റ്, ഒരിക്കലും മറന്നു പോർതെ. കബി മത് ഭൂൽന, കബി ഒരിക്കലും, മത് ഇല്ല എന്നുള്ള നെഗറ്റീവ്, നോ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നോട്ട് ഫോർഗെറ്റ്, ഡോണ്ട് ഫോർഗെറ്റ്, നെവർ ഫോർഗെറ്റ്, അതൊക്കെ നെഗറ്റീവ് ഫോമിലാണ്. അവിടെയാണ് മത് ഉപയോഗിച്ചിരിക്കുന്നത്. കബി മത് ഭൂൽന. അപ്പോൾ ഹിന്ദിക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലതരത്തിൽ കബി മത് ഭൂൽന, അങ്ങോട്ടേക്ക് പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് അവരോട് സംസാരിക്കണം. കബി മത് ഭൂൽന, ഒരിക്കലും മറന്നു പോകരുത്. കബി മത് ഭൂൽന, ഒരിക്കലും മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനിയുണ്ട് വരാണ്ട്, പെട്ടെന്ന് പോയി കളിയല്ല. കബി മത് ഭൂൽന, ഒരിക്കലും മറന്നു പോകരുത്. കബി മത് ഭൂൽന, ഒരിക്കലും മറന്നു പോകരുത്. നാളെ എനിക്ക് എൻ്റെ മറ്റേ ഗുളിക തരണേ. കബി മത് ഭൂൽന, ഒരിക്കലും മറന്നു പോകരുത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഐ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ തിങ്ക് നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും ഒരു കാര്യം കൂടി പറയാം. രണ്ട് കാര്യങ്ങളുടെ ഒരേ തരത്തിൽ ഉപയോഗിക്കുക, ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങൾ ഇഷ്ടമല്ല. ഒന്നാമത്തത് ഐ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുझे लगता है, എനിക്ക് തോന്നുന്നത്. മുझे लगता है, ഐ തിങ്ക്, മുझे लगता है, എനിക്ക് തോന്നുന്നത്. क्या लगता है, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുझे लगता है, എനിക്ക് തോന്നുന്നത്. അന്നേരം തന്നെ क्या लगता है, എന്താ തോന്നുന്നത്, क्या लगता है, എന്താ തോന്നുന്നത്. മുझे लगता है പറഞ്ഞു കുടുങ്ങിണ്ടാവുക പറഞ്ഞോന്. അടുത്ത ആള് പറഞ്ഞു കുടുങ്ങിപ്പോണം. മുझे लगता है എന്ന് പറഞ്ഞ് ഹിന്ദിക്കാരൻ തുടങ്ങുക. മുझे लगता है, क्या लगता है, എന്താ തോന്നുന്നത്, വേം പറ. ഓക്കെ, അപ്പോൾ അടുത്ത ഡയലോഗിലേക്ക് പോട്ടെ. അടുത്ത ഡയലോഗിൽ ഇതാണ് പറയുന്നത്. ഐ തിങ്ക് ഹി ഈസ് എ തീഫ്. ഐ തിങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തമാക്കി തരാം. ഐ തിങ്ക് ഹി ഈസ് എ തീഫ്, അവനൊരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഞാൻ മുझे लगता है वो चोर है ആ രീതിയിലും പറയാ. അല്ലെങ്കിൽ मेरे ख्याल से वो एक चोर है. मेरे ख्याल से എന്ന് കേട്ടിട്ടില്ല. मेरे ख्याल से അതായത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, എൻ്റെ മാത്രം, ഉറപ്പല്ല. അത് ഉറപ്പ് എന്ന് പറയുന്നത് പക്ക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. പക്ക ചോർ എന്ന് ഇവിടെ ഉറപ്പല്ല. मेरे ख्याल से वो एक चोर है. ये मछली अच्छा नहीं है, ഈ മീൻ ശരിയല്ല, അങ്ങനൊക്കെ പറയുന്നില്ലേ. मेरे ख्याल से, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എനിക്കൊരു തോന്നുന്നത് എന്നൊക്കെ ഉള്ളത്, ആ സന്ദർഭങ്ങളൊക്കെ എന്താണ് വരുന്നത്? मेरे ख्याल से
അല്ലെങ്കിൽ മുജെ ലഗ്താ ഹേ കി, മുജെ ലഗ്താ ഹേ, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നിത്യജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. മേരെ ഖ്യാൽ സെ വോ ഏക് ചോർ ഹേ, അവനൊരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേരെ ഖ്യാൽ സെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് തോന്നുന്നത് ആ രീതിയിലാണ് അത് വരുന്നത്. ഇനി അടുത്തത് വേറെ തന്നെ ഒരു ഭാഗമാണ്, ഒന്നും ശ്രദ്ധിക്കേണ്ട. പല നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലുള്ള ഡയലോഗുകളാണ് ഹിന്ദി മൂവീസിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്തത്, കാണ്ട് യു ഡു ദിസ് വിതൗട്ട് മീ, കാണ്ട് യു ഡു ദിസ് വിതൗട്ട് മീ, എന്നെ കൂടാതെ ഇതും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ? ഭർത്താവും ഭാര്യയൊക്കെ ഉള്ള സമയത്ത് അവിടെ ഭർത്താവ് ഒരു കാര്യം പറയുന്ന സമയത്ത് ഭാര്യ പറയുന്ന ഒരു ഡയലോഗാ, കാണ്ട് യു ഡു ദിസ് വിതൗട്ട് മീ. അത് സിനിമ ആണെങ്കിൽ തന്നെ പറഞ്ഞുതരാം. കബി ഖുഷി കബി ഗമ്മില് മറ്റേ നമ്മുടെ അമിതാഭ് ബച്ചന് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നാണ് അതിലെ നടിയും ജയ ബച്ചനോട് പറയാ ഭേമോ ഭേമോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആരെയോ ഞാൻ വരുന്നു എന്നാലും പറഞ്ഞ് എന്റെ ടൈ കെട്ടിത്ത അന്നേരാണ് ഈ ഡയലോഗ് ആ ലേഡി പറയുന്നത്. സമാധാനം മനസ്സിലായല്ലോ? ഇതുപോലെയാണ് ഹിന്ദി ഡയലോഗുകൾ എടുക്കുന്നത്. മേരെ കാണ്ട് യു ഡു ദിസ് വിത്തൗട്ട് മീ, എന്നെ കൂടാതെ ഇതും കൂടി ചെയ്യാൻ കഴിയുന്നില്ലേ? അതാരെ അവിടെ ആ ലേഡി ചോദിച്ചത്, ജയബച്ചൻ ചോദിച്ചത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മേരെ ബഗേർ ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്. മേരെ ബഗേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തൗട്ട് എന്നുള്ള ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ വിത്തൗട്ട് എന്ന് പറയും. മേരെ ബഗേർ എന്നെ കൂടാതെ ഇത്നാ ബി ഇത്രയും കൂടി, ഇത്ന എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി, ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്, ചെയ്യാൻ കഴിയില്ല. സക്തേ ഹേ എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ എന്താ പറയുന്നത് വെച്ചാല് കഴിയുക. ഇംഗ്ലീഷിൽ ക്യാൻ എന്നുള്ളതാ പറയുന്നത്. അതാണ് കാൻഡ് യു എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് നെഹി കർ സക്തേ ഹേ. കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. മനസ്സിലായല്ലോ? അത് പല പല സന്ദർഭങ്ങളിൽ പല തരത്തിലും വരും. പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. കർ സക്തേ ഹേ, കഴിയില്ലേ? ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക്. മേരെ ബഗേർ ഇത്നാ ബി നെഹി കർ സക്തേ ഹേ ആപ്, മേരെ ബഗേർ എന്നെ കൂടാതെ, മേരെ ബഗേർ വിത്തൗട്ട് മീ, മേരെ ബഗർ ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്, ഇത്രയും കൂടി ചെയ്യാൻ കഴിയില്ലേ താങ്കൾക്ക്? അതാണ് അവിടെ പറഞ്ഞതിന്റെ പൂർണ്ണരൂപം. മേരെ ബഗേർ എന്നെ കൂടാതെ. അവിടെ ഒക്കെ പഠിക്കുന്ന എന്താണെന്നറിയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? എത്ര നേരായി പറയുന്നത് ബഗേർ എന്നുള്ളത് പഠിപ്പിച്ചില്ലേ? പല പല പുതിയ പുതിയ വേർഡ്സ് ആണ് പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ. മേരെ ബഗേർ എന്നെ കൂടാതെ, മേരെ ബഗേർ ഇത്നാ ബി, ഇത്രയും കൂടി, ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്, ചെയ്യാൻ കഴിയില്ലേ? നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പഠിക്കേണ്ട പറയേണ്ട കാര്യങ്ങളാണല്ലേ? ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യമാർ കാണുന്നുണ്ട് ഭർത്താവിനോട് പറയേണ്ടതാണ്. മേരെ ബഗേർ എന്നെ കൂടാതെ. അത് പ്രാക്ടിക്കൽ നമ്മളെ മനസ്സിലുണ്ടാക്കണം. ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ വന്ന്, കണ്ടക്ടർ വന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാനിതാ ചോദിക്കുന്നത്, മേരെ ബഗേർ എന്നെ കൂടാതെ ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്, ഇത്രയും കൂടി ചെയ്യാൻ കഴിയില്ലേ? അല്ലെങ്കിൽ പൈസ കിത്തന ഹേ ബോയ് ചോർ ഹേ. അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലുണ്ടാക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ മേരെ ബഗേർ ഇത്നാ ബി നഹി കർ സക്തേ ഹേ ആപ്. അത് കഴിഞ്ഞ് ഇനി അടുത്തത് വേറൊരു സന്ദർഭത്തിൽ അതിൽ തന്നെ ഉള്ള ഡയലോഗ് തന്നെ. ഏതായാലും അത് ഏകദേശം കഴിഞ്ഞിക്ക് സിനിമ ഇങ്ങനെ കാണുക. അതിൻ്റെ അകത്തുള്ള പല ഇതിൽ അതിൽ ഋത്തിക് റോഷൻ ഉണ്ട്, ഷാറൂഖ് ഖാനൊക്കെ ഉണ്ട്. ഋത്തിക് റോഷൻ ഒരാളോട് പറയുന്നു പെഹച്ചാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെഹച്ചാന മുജെ എന്നെ മനസ്സിലായില്ലേ? പെഹച്ചാന മുജെ, എന്നെ മനസ്സിലായോ? പെഹച്ചാന മുജെ എന്നെ മനസ്സിലായി. റെക്കഗ്നൈസ് മീ എന്നുള്ളതാണ്. ചോദ്യത്തിന്റെ രൂപത്തിലാണ് ചോദിക്കുന്നത്. അത് സാധാരണ രീതിയിലാണെന്ന് പെഹച്ചാനാ മുജെ. മറ്റേ ചോദ്യം അന്നേരം പെഹച്ചാനാ മുജെ എന്നെ മനസ്സിലായോ? എന്നെ തിരിച്ചറിഞ്ഞോ? റെക്കഗ്നൈസ്, തിരിച്ചറിയുക. എന്നെ തിരിച്ചറിഞ്ഞോ? എന്നെ മനസ്സിലായോ? കുറെ കാലത്തിന് ശേഷം കണ്ടതാണ്. പെഹച്ചാനാ മുജെ, ഞാൻ എന്നാത്ത ആള്. റെക്കഗ്നൈസ് മീ, പെഹച്ചാനാ മുജെ. ഹിന്ദിക്കാരന് കുറെ കാലം നമ്മള് മറ്റേ ചിക്കൻ ടിക്കയും ചിക്കൻ തന്തൂരിയൊക്കെ അടിച്ചിട്ട് നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നാലും നമ്മൾ താടിയൊക്കെ വെച്ചിട്ട് പോയ സമയത്ത് ഓൻ പറയുന്നത് ആരാണ് ആ ഒരു ലെഗ് പീസ് അല്ല ചെസ്റ്റ് പീസ്, പെഹച്ചാനാ മുജെ, എന്നെ തിരിച്ചറിഞ്ഞു പെഹച്ചാനാ മുജെ. ഞാൻ അതന്നെ ഇയാളെന്നാണ് ഇയാള്. അപ്പൊ അതാണ് കഴിഞ്ഞു. മനസ്സിലായല്ലോ? സന്ദർഭങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം. പിന്നെ വേറൊരു ആ സിനിമയിൽ തന്നെ ഉണ്ട്, ഋത്തിക് റോഷൻ വരുന്ന സമയത്ത് ആ ഉമ്മാമ, ആ പ്രായമുള്ള ഒരു പെണ്ണുങ്ങള് ആ അമ്മൂമ്മ എന്ന് പറയും. അതില് അമ്മൂമ്മ എനിക്ക് ഒരു ഇത് പറയാണ്, ഇത് ജീത്തെ രഹോ ബേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? കീപ് ലിവിങ് സൺ എന്നാണ് പറയുന്നത്. സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേട്ട. കീപ് ലിവിങ്, അതായത് എന്താ പറയാ, ഒരു ആശീർവാദമൊക്കെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ജീത്തെ രഹോ ബേട്ട, എന്നും നല്ല ഉഷാറായിട്ട് ഇതുപോലെ തന്നെ ജീവിച്ചിരിക്കുക മോനെ, ജീവിച്ചിരിക്കാൻ മോനെ, അത്രയും നല്ല മോനാണ് നീ. അല്ല ജീത്തെ രഹോ ബേട്ട, നീ നന്നായിട്ട് തന്നെ ഇതേപോലെ തന്നെ പോവാ മോനെ. കീപ് ലിവിങ്, ഇതേപോലെ തന്നെ ജീവിച്ച് തുടർന്ന് പോവുക മോനെ. ഒരു ആശീർവാദം ആ രീതിയിലാണ് പറയുന്നത്. ജീത്തെ രഹോ ബേട്ട.
അതിൽ തന്നെയുള്ള വേറെ ഏതായാലും സിനിമ പേര് പറഞ്ഞതിനെ കൊണ്ട് സിനിമ അതിലുള്ള സിനിമ ഡയലോഗ് അല്ലേ അടുത്ത വീഡിയോയിൽ വരിക. അതാദ്യം വന്ന വേറെ ഏതെങ്കിലും ഫിലിം കണ്ടിട്ട് അതിലുള്ള വരിക. അപ്പോൾ അതിൽ ഷാറുഖ് ഖാൻ അമിതാഭ് ബച്ചനോട് പറയുന്നുണ്ട്, ഐ പ്രോമിസ് യു ഡാഡ്, ഐ പ്രോമിസ് ഡാഡ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു അച്ഛാ, മേ വാദാ കർത്താ ഹൂം ഡാഡ്. ബാബ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദുവിലൊക്കെ ഉള്ള രീതിയിലാണ് വരുന്നത് ബാബ. ഹിന്ദിയിലും അവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബൊംബെക്കാരാന്നുള്ള സിനിമയിൽ വരുന്നത്. അത് ഹിന്ദിയിൽ നമുക്ക് ബാബ എന്ന് പറയാം, ഉപ്പാന ഹിന്ദിയിലും ബാബ എന്ന് പറഞ്ഞാൽ ഉറുദുവിലും ബാബ. ഏതായാലും ഹിന്ദിൻ്റെ കേസല്ലേ, ഹിന്ദിയിൽ സിനിമയിൽ ഷാറുഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട് ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഡാഡ്, ഉപ്പ, അച്ഛ എന്നൊക്കെ പറയുന്നതാണ് ബാബ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാപ്പ്, മാ, ആ രീതിയിൽ തന്നെ സംഭവം ബാബ എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. മേ വാദാ കർത്താഹും, മേ വാദാ കർത്താഹും, മേ വാദാ കർത്താഹും. സ്പേസ് പോയൊക്കെ ഉപയോഗിക്കുന്ന തോന്നുന്നു. മേ വാദാ കർത്താഹും ഡാഡ് എന്ന് പറഞ്ഞു. മേ വാദാ കർത്താഹും ബാബ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ ഉറപ്പ് പറയുന്നു. അതൊക്കെയാണ് മേ വാദാ കർത്താഹ് എന്ന് പറയുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഒന്ന് വിജയിപ്പിക്കുക സംരംഭം എന്നും കൂടി പറയുകയാണ്. നന്ദി.